അപ്പോൾ വധശിക്ഷ കോടതി വെച്ചില്ല. അതുകൊണ്ട് ജീവബന്ധനം വന്ന് എത്ര ജീവബന്ധനം കിട്ടിയെങ്കിൽ പിന്നെയും നമുക്കൊരു ഗുണമുണ്ടായിരുന്നു. ഇത് ജീവബന്ധനം വെച്ചാൽ ഈ പ്രതികളൊക്കെ കിട്ടുന്നതാണ്. ഇവരൊക്കെ വധശിക്ഷ കൊടുക്കാമെന്നാണ് ഞാൻ കോടതിയോട് ആവർത്തിച്ചുകൊണ്ടായത്. അത് കിട്ടിയില്ല. ഈ ജീവബന്ധനം വെച്ചാൽ ചെറിയ ശിക്ഷയായിപ്പോയി. ഇരട്ട ജീവബന്ധനം അത് വെച്ചാൽ കുറച്ച് കൂടിയതാണ്. അതിൽ നമുക്ക് സന്തോഷമുണ്ട്. പരമാവധി ശിക്ഷ ലഭിക്കുമെന്നാണോ പ്രതീക്ഷിക്കുന്നത്? പരമാവധി ശിക്ഷ എന്ന് വെച്ചാൽ വധശിക്ഷയാണ് നമ്മൾ ശ്രമിച്ചിരുന്നത്. വധശിക്ഷ കിട്ടിയില്ല. പക്ഷേ ഈ വിധിക്കുമ്പോൾ സന്തോഷമാണ്. പക്ഷേ ഇതിൽ MLA-മാർക്കെല്ലാം കിട്ടിയത് ചെറിയ ശിക്ഷയാണ്. 5 വർഷമാണ്. അവർക്കും കൂടി കിട്ടുന്നതാണ്, ജീവബന്ധനം കിട്ടുന്നതാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. പക്ഷെ അത് കിട്ടിയില്ല. അപ്പീൽ പോകുന്നുണ്ടോ ചോദിച്ചാൽ ശിക്ഷ കുറഞ്ഞതിനെ കൊണ്ട് MLA-മാർക്കെല്ലാം കുറഞ്ഞതിനെ കൊണ്ട് ഞങ്ങൾ പാർട്ടിയെ ആലോചിച്ച് പ്രോസിക്യൂട്ടറെ ആലോചിച്ച് ഏത് അറ്റം വരെ നമ്മൾ പോവും. ഇവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്നുള്ള പ്രതീക്ഷയാണ് നമുക്കുള്ളത്. ബാക്കി 4 പേർക്ക് കുറഞ്ഞ ശിക്ഷയാണെന്നാണ് കരുതുന്നത്? അതെ അതെ, കുറഞ്ഞ ശിക്ഷയാണ്. അവർക്കും കൂടി ജീവബന്ധനം കിട്ടാമെന്നാണ് നമ്മളെ ആഗ്രഹം ഉണ്ടായത്. പ്രതീക്ഷയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പ്രതീക്ഷ കിട്ടിയില്ല. എന്നാലും വിധിയോടെ നമുക്ക് സന്തോഷമുണ്ട്. ബഹുമാനത്തെ കോടതിയെ ബഹുമാനിക്കുന്നു എല്ലാം ചെയ്തു. തൃപ്തമാണ്. തൃപ്തരല്ല എന്ന് പറയാനുള്ള വിധിയല്ല. പക്ഷേ വധശിക്ഷയാണ് നമ്മളെ കുടുംബം ആഗ്രഹിച്ചത്. വധശിക്ഷ കൊടുത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ ബാക്കി 5 പേർ MLA തൊട്ട് അവർക്ക് കൊടുത്ത 5 വർഷമാണ്. പക്ഷെ അവരെയും കൂടി ഇതേ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി നിങ്ങൾ പാർട്ടിയെ ആലോചിച്ച് പ്രോസിക്യൂട്ടറെ ആലോചിച്ച് ഞങ്ങൾ മുമ്പോട്ട് പോകും. ഏത് അറ്റം വരെയും പോകാനാണ് നമ്മളെ ആലോചന. ഇരട്ടക്കൊലക്കേസിൽ ഇരട്ട ജീവപര്യന്തമാണ്. 1 മുതൽ 8 വരെ പ്രതികൾക്ക് കടുത്ത ശിക്ഷ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. ഒരുപക്ഷെ വധശിക്ഷയിലേക്ക് എത്തിയേക്കുമെന്നാണ് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെട്ടിരുന്നതെങ്കിൽ അവർക്ക് ഇരട്ട ജീവപര്യന്തമാണ്. ഈ 1 മുതൽ 8 വരെയുള്ള പ്രതികളാണ് നേരിട്ട് ഈ കൃത്യത്തിൽ പങ്കെടുത്തത്. പക്ഷേ മറ്റ് 2 പ്രതികൾ കൂടി ഇരട്ട ജീവപര്യന്തം വിധിച്ചു. 10-ാം പ്രതിക്കും 15-ാം പ്രതിക്കും അങ്ങനെ 2 പ്രതികൾക്ക് കൂടി ഇരട്ട ജീവപര്യന്തം കിട്ടിയിട്ടുണ്ട്. 1 മുതൽ 8 വരെ ഉള്ളവർ ഈ കൊലപാതകത്തിൽ, ഇരട്ട കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ്. അവരാണ് കാറിൽ വന്ന് ഇവരെ 2 പേരെയും വെട്ടി കൊലപ്പെടുത്തിയത്. അതിനോടൊപ്പം തന്നെ മറ്റു 2 പേർക്ക് കൂടി ഗൂഢാലോചനയിൽ അതുപോലെ തന്നെ പ്രതികളെ സഹായിക്കുന്നതിൽ ഒക്കെ ഇടപെട്ട മറ്റു 2 പേർ കൂടി, അത് 10-ാം പ്രതിയും 15-ാം പ്രതിയുമാണ്. ഈ 10-ാം പ്രതി എന്നത് T. രഞ്ജിത്ത്, 15-ാം പ്രതി വിഷ്ണു സുര. ഈ 2 പ്രതികൾ കൂടി ഇരട്ട ജീവപര്യന്തം ശിക്ഷിച്ചിരിക്കുന്നു. 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കും 10-ഉം 15-ഉം പ്രതികൾക്ക്, അങ്ങനെ ആകെ 10 പ്രതികൾക്കാണ് ഇരട്ട ജീവപര്യന്തം